Hello. Thus, it is the aggregate demand function. നമുക്കറിയാം. Thus, it is the aggregate demand function which is the effective element in the principle of effective demand. അപ്പോൾ ഇഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു അതൊരു പോയിൻ്റാണ്. ആ പോയിൻറ്റിൻ്റെ പ്രത്യേകത അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിൻ്റാണ്, ഇക്വിലിബ്രിയം പോയിൻ്റാണ്. അതിൽ കെയ്നീഷ്യൻ എക്കണോമിക്സിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ഓക്കെ, പ്രധാനപ്പെട്ടത്. കാരണം അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് ഷോർട്ട് റൺ അത് സ്റ്റേബിളാണ്. അഗ്രിഗേറ്റ് സപ്ലൈ ഡിപ്പെൻഡ്സ് ഓൺ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, അതുപോലെ ടെക്നോളജി എക്സെട്ര. അതുകൊണ്ട് തന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ ഏറ്റവും ക്രൂഷ്യൽ. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ നമുക്കറിയാം അത് ഡിപ്പെൻഡ്സ് ഓൺ കൺസംഷൻ എക്സ്പെൻഡിച്ചറും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറും. ഓക്കെ, അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് അപ്പോൾ thus it is aggregate demand function which is the effective element in the principle of effective demand. Principle of effective demand ഏറ്റവും പ്രധാനപ്പെട്ട എലമെൻ്റ് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷനാണ്. ഇനി വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇഫക്റ്റീവ് ഡിമാൻഡ്? ഇഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത് നമുക്കെന്താ നമ്മൾ പഠിച്ചു. ഇനി അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ത്, പ്രാധാന്യം എന്തൊക്കെയെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഡിറ്റർമിനേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ കെയ്ൻസിൻ്റെ വ്യൂ പ്രകാരം എംപ്ലോയ്മെൻറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ആരാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഇഫക്റ്റീവ് ഡിമാൻഡ്. ഇഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഈസ് എ പോയിന്റ് അറ്റ് വിച്ച് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു അഗ്രിഗേറ്റ് സപ്ലൈ. അതും ആ ടൂൾ വെച്ചിട്ടാണ് കെയ്നീഷ്യൻ ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഡിറ്റർമിനേഷൻ. അപ്പോൾ ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഡിറ്റർമിനേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ഇഫക്റ്റീവ് ഡിമാൻഡ്സ്, അതിൻ്റെ പ്രാധാന്യം. നമുക്കറിയാം എന്തുകൊണ്ടാണ് എൻ്റെ എക്കോണമിയിൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ ഡെഫിഷ്യൻസി ഓഫ് ഇഫക്റ്റീവ് ഡിമാൻഡ്. ഈ ഇഫക്റ്റീവ് ഡിമാൻഡ് ഇല്ലാത്തത് കാരണമാണ് എക്കോണമിയിൽ അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ അണ്ടർ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. അപ്പോൾ ലാക്ക് ഓഫ് ഇഫക്റ്റീവ് ഡിമാൻഡ് ഈസ് ദ റീസൺ ബിഹൈൻഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഓർ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ എൻ എക്കോണമി. അതാണ് കെയ്ൻസിൻ്റെ വ്യൂ. അപ്പോൾ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് importance of effective demand. Second, rejection of sales of market. Supply creates its own demand. Whatever produce automatically the market itself creates its demand എന്നുള്ള ആശയമുണ്ടല്ലോ, സപ്ലൈ ക്രിയേറ്റ്സ് ഓൺ ഡിമാൻഡ് എന്നുള്ളത്. അത് റിജക്റ്റ് ചെയ്യാൻ ഇഫക്റ്റീവ് ഡിമാൻഡ് എന്നുള്ള ടൂളാണ് കെയ്ൻസ് ഉപയോഗിച്ചത്. ഓക്കെ, അങ്ങനെ എന്ത് ഉൽപ്പാദിപ്പിച്ചാലും മാർക്കറ്റ് ഫോഴ്സസ് അതിനുള്ള ഡിമാൻഡ് ഉണ്ടാക്കില്ല. സപ്ലൈ ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്നുള്ള ആശയം അദ്ദേഹം റിജക്റ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ഇഫക്റ്റീവ് ഡിമാൻഡ്. ഓക്കെ, ഇനി റോൾ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. കെയ്നീഷ്യൻ എക്കണോമിക്സിൽ കൺസംഷൻ ഫംഗ്ഷൻ ഈസ് സ്റ്റേബിൾ ഇൻ ദി ഷോർട്ട് റൺ. കെയ്നീഷ്യൻ എക്കണോമിക്സിൽ കൺസംഷൻ ഫംഗ്ഷൻ വളരെ സ്റ്റേബിളാണ്, അതുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങനെ മാറ്റം സംഭവിക്കില്ല. ബട്ട് ദ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ക്യാൻ ബി റൈസ്ഡ് ബൈ ഇൻക്രീസ് ദി ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. കൺസംഷൻ സ്റ്റേബിളാണ്, കൺസംഷൻ നമുക്ക് വർദ്ധിപ്പിക്കാൻ ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും ബൈ റൈസിങ് ദ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇഫക്റ്റീവ് ഡിമാൻഡ് അല്ലെങ്കിൽ ഡിമാൻഡിനെ സ്വാധീനിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമുക്കറിയാം കൺസംഷൻ സ്റ്റാബിൾ ആയതുകൊണ്ട് നമുക്ക് ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് തീരുമാനിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റാണ്. രണ്ടും പ്രാധാന്യം അറിയിക്കുന്നുണ്ട്, പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റാണ് കൂടുതൽ, കാരണം കൺസംഷൻ സ്റ്റേബിളാണ്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ്, ദ പാരഡോക്സ് ഓഫ് പോവർട്ടി ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് പ്ലൻറ്റി. ദ പാരഡോക്സ് ഓഫ് പോവർട്ടി ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് പ്ലൻറ്റി. ഒരുപാട് സ്വത്തുണ്ട്, പക്ഷെ എന്തുണ്ട് അവിടെ? അതേപോലെ ദാരിദ്ര്യമുണ്ട്. ഓക്കെ, രണ്ടിൻ്റെയും ഒരു എന്താണ്, പോവർട്ടിയും ദാരിദ്ര്യം ഒരുമിച്ച് സംഭവിക്കും. ഓക്കെ, അങ്ങനെ ഒരു കേസ് വരുന്നുണ്ട്. ഓക്കെ, ഇഫക്റ്റീവ് ഡിമാൻഡ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ according to Keynes, a wealthy community will have the great difficult to maintain the full employment. അപ്പോൾ ഒരു ഡെവലപ്ഡ് നേഷൻ, ഒരു വെൽത്തി നാഷനിൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് കുറച്ച് റിസ്ക് പിടിച്ച കാര്യമാണ്. കാരണം ബിക്കോസ്
ബിക്കോസ് ഓഫ് എ ലാർജ് ഗ്യാപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് കൺസംഷൻ. അപ്പോൾ വെൽത്തി നേഷനിൽ എപ്പോഴുള്ള ഒരു സീരിയസ് ഇഷ്യൂ ആണ് ദ ഗ്യാപ്പ്, ഇനീക്വാളിറ്റി, ഗ്യാപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഇൻകം എക്സ്പെൻഡിച്ചർ ഗ്യാപ്പ് വളരെ ഹൈ ആണ്. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് സിൻസ് ദ ടിപ്പിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് ഈസ് ഇന്നാഡിക്വേറ്റ് ടു ഫിൽ ദിസ് ഗ്യാപ്പ്. അപ്പോൾ ഒരു ലാർജ് ഗ്യാപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് കൺസംഷൻ ഉള്ളത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് ഈസ് ഇന്നാഡിക്വേറ്റ് ടു ഫിൽ ദിസ് ഗ്യാപ്പ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് അത് ഇന്നാഡിക്വേറ്റ് ആണ്, ആ ഗ്യാപ്പ് ഫിൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ദ എക്കോണമി വിൽ ഫേസ് അൺഎംപ്ലോയ്മെൻറ്റ്. അതുകൊണ്ട് എക്കോണമിയിൽ എപ്പോഴും എന്തുണ്ടാവും, അൺഎംപ്ലോയ്മെൻറ്റ്. അതിന് കാരണം എന്താ വെച്ചാൽ ഇൻകം കൺസംഷൻ ഗ്യാപ്പാണ്. ആ ഇൻകം കൺസംഷൻ ഗ്യാപ്പ് ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് നമുക്കത് ഫിൽ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഡെവലപ്ഡ് നേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ദർ ഇസ് എ ഇൻകം കൺസംഷൻ ഗ്യാപ്പ്. ആ ഗ്യാപ്പ് വി കനോട്ട് ഫിൽ ബൈ അപ്രോപ്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ്. ഓക്കെ, അതുകൊണ്ട് ദർ എക്സിസ്റ്റ് എക്കോണമി ഓൾവേസ് ഫേസ് അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം. അവിടെ എന്തുണ്ടാവും, അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം ഉണ്ടാവും. ദസ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് പോവർട്ടി എക്സിസ്റ്റ് ഓൺ എ മാസീവ് സ്കെയിൽ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ പ്ലൻറ്റി. അപ്പോൾ എപ്പോഴും അത് കാരണം ഈ ഗ്യാപ്പ്, ഇൻകം കൺസംഷൻ ഗ്യാപ്പ് കാരണം അൺഎംപ്ലോയ്മെൻറ്റ്, പോവർട്ടി റെഗുലറായിട്ട് ഒരു ഡെവലപ്ഡ് നേഷനിൽ അല്ലെങ്കിൽ ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ ഉണ്ടാവും. ഓക്കെ, ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ പ്ലൻറ്റി, ഇഷ്ടം പോലെ വെൽത്ത്, സ്വത്ത് അല്ലെങ്കിൽ ഇൻകം ഉണ്ട്. പക്ഷെ എന്താണ്, അതിൻ്റെ നടുവിൽ എന്തുണ്ടാവും, അല്ലെങ്കിൽ അതും അതിൻ്റെ മറ്റൊരു സൈഡിൽ പോവർട്ടിയും അൺഎംപ്ലോയ്മെൻറ്റും അവിടെ എക്സിസ്റ്റ് ചെയ്യും. അതാണ് ദ പാരഡോക്സ് ഓഫ് പോവർട്ടി ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് പ്ലൻറ്റി എന്ന് പറയുന്നത്. ദിസ് ഈസ് അനദർ ഇമ്പോർട്ടൻസ് ഓഫ് ഇഫക്റ്റീവ് ഡിമാൻഡ്. ഇനി അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് ഇറ്റ്സ് കോമ്പോണൻറ്റ്. ഇനി വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻറ്റ്സ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. വാട്ട് ഈസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് വാട്ട് ആർ ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ വാട്ട് ആർ ദ കോമ്പോണൻറ്റ്സ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അഗ്രിഗേറ്റ് ഡിമാൻഡിൽ ഏതെല്ലാം എലമെൻറ്റ്സ് ഉണ്ട്, അതിൻ്റെ കോമ്പോണൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ദ സം ഓഫ് ദ ഡിമാൻഡ് ഫോർ കറൻറ്റ് ഔട്ട്പുട്ട് ഫ്രം ആൾ ബൈയിങ് സെക്ടേഴ്സ് ഓഫ് ദി എക്കോണമി. ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യട്ടോ. ഇറ്റ് ഈസ് എ ടോട്ടൽ ഡിമാൻഡ്സ്. ഇറ്റ് ഈസ് എ ടോട്ടൽ ഡിമാൻഡ് ഫോർ ഔട്ട്പുട്ട്. ഒരു എക്കോണമിയിലുള്ള ടോട്ടൽ ഡിമാൻഡ് ഫോർ ഔട്ട്പുട്ടാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഓക്കെ, ഫ്രം ഓൾ ബൈയിങ് സെക്ടേഴ്സ് ഓഫ് ദി എക്കോണമി. അപ്പോൾ ഹൗസ് ഹോൾഡ് സെക്ടറോ അല്ലെങ്കിൽ ബൈയിങ് സെക്ടർ ടോട്ടൽ ഒരു എക്കോണമിയിലുള്ള ഔട്ട്പുട്ടിനെ ഡിമാൻഡ് ചെയ്ത ടോട്ടൽ സം ഓഫ് ദ ഡിമാൻഡ്സ് ഫോർ കറണ്ട് ഔട്ട്പുട്ട്. ഓക്കെ, സം ഓഫ് ദ ഡിമാൻഡ് ഫോർ കറണ്ട് ഔട്ട്പുട്ട് ഈസ് കാൾഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഓക്കെ, അത് വിട്. അപ്പോൾ ഇനി ക്ലോസ്ഡ് എക്കോണമി, ഒരു രാജ്യം ഒരു എക്കോണമിയിൽ മറ്റു രാജ്യങ്ങളുമായിട്ട് ഒരു കണക്ഷനുമില്ല, അങ്ങനത്തെ എക്കോണമിയെ പറയുന്ന പേരാണ് ക്ലോസ്ഡ് എക്കോണമി. അപ്പോൾ ക്ലോസ്ഡ് എക്കോണമിയിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് എ സമ്മേഷൻ ഓഫ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ ക്ലോസ്ഡ് എക്കോണമി ആണെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കോമ്പോണൻറ്റ്സ് ഏതൊക്കെയുണ്ട്, C+I+G. സി എന്ന് പറയുന്നത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഐ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, ജി എന്ന് പറയുന്നത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ സി ഈസ് ലാർജസ്റ്റ് കോമ്പോണൻറ്റ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അപ്പോൾ സി ആണ് ഏറ്റവും ലാർജസ്റ്റ് കോമ്പോണൻറ്റ്. കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഈസ് ദ ലാർജസ്റ്റ് കോമ്പോണൻറ്റ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഓക്കെ, അക്കോർഡിംഗ് ടു കെയ്ൻസ്, ഇൻകം ഈസ് ദ ഡോമിനൻറ്റ് ഫാക്ടർ ദാറ്റ് ഡിറ്റർമിൻ ദി കൺസംഷൻ. അപ്പോൾ കൺസംഷനെ അല്ലെങ്കിൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് അത് ഇൻകമാണ്. ഓക്കെ, രണ്ടാമത്തെ കോമ്പോണൻ്റ് ആണ് ഐ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഈസ് ദ സെക്കൻഡ് കോമ്പോണൻ്റ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഇറ്റ് ഈസ് ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ അഡീഷൻ ടു ദ സ്റ്റോക്ക് ഓഫ് റിയൽ ക്യാപിറ്റൽ അസറ്റ്. അപ്പോൾ ക്യാപിറ്റൽ സ്റ്റോക്ക് വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെലവിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ക്യാപിറ്റൽ സ്റ്റോക്ക് ആഡ് ചെയ്യുക, നിലവിലുള്ള മെഷീനറി എക്യുപ്മെൻസിലേക്ക് കൂടുതൽ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ബിൽഡിംഗ് എക്സ്റ്റെൻഡ് ചെയ്യുക, ഇതിനൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചറാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, എക്സിസ്റ്റിംഗ് റിയൽ സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്.
According to Keynes, interest rate and the state of business expectation are the two important determinants of investment in the short run. ഷോർട്ട് പീരീഡിൽ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ്. ഒന്ന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, രണ്ടാമത് സ്റ്റേറ്റ് ഓഫ് ബിസിനസ് എക്സ്പെക്റ്റേഷൻ. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ബിസിനസ് എക്സ്പെക്റ്റേഷൻ ആർ ദ കീ ഡിറ്റർമിനൻസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഇൻ ദി ഷോർട്ട് റൺ. ഓക്കെ, ഇനി ജി, തേർഡ് ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻറ്റ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണ് ജി എന്ന് പറയുന്നത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഈസ് ദ തേർഡ് കോമ്പോണൻറ്റ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദ പോളിസി മേക്കേഴ്സ്. അപ്പോൾ ഇത് ഗവൺമെൻറ് അല്ലെങ്കിൽ അതോറിറ്റി, സർക്കാരാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ലെവൽ ഓഫ് ഇൻകം. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഒരിക്കലും ഇൻകത്തല്ല, അതൊരു ഓട്ടോണമസ് പ്രോസസ്സാണ്. അത് സർക്കാരിൻ്റെ ഇഷ്ടം പോലെ ചെയ്യുക. ദാറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദി ഗവൺമെൻറ്. ഓക്കെ, ദാറ്റ് ഈസ് കാൾഡ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് സമ്മേഷൻ ഓഫ്, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഓൾസോ കാൾഡ് ഇ എന്ന് പറയും. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി. സി എന്ന് പറയുന്നത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഐ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, ജി എന്ന് പറയുന്നത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇനി ദിസ് ഈസ് അബൌട്ട് ദ ക്ലോസ്ഡ് എക്കോണമി. സപ്പോസ് an economic system having trade relation with the rest of the world, that means open economy ആണ്. ഓപ്പൺ എക്കോണമി എന്ന് പറയുന്ന ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായിട്ട് ഫിനാൻഷ്യൽ റിലേഷൻ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഓപ്പൺ എക്കോണമി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇസ് ഈക്വൽ ടു സി പ്ലസ്, ദാറ്റ് മീൻ കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഐ പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് ജി പ്ലസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പ്ലസ് എക്സ് മൈനസ് എം. എക്സ് മൈനസ് എന്ന് പറയുന്നത് നെറ്റ് എക്സ്പോർട്ടാണ്. എക്സ്പോർട്ടും നടക്കുന്നുണ്ട്, ഇമ്പോർട്ടും നടക്കുന്നു. അതിൻ്റെ നെറ്റ് വാല്യൂ ആണ് എക്സ് മൈനസ് എം. അതുകൂടെ ആഡ് ചെയ്യും. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു if economic system ഓപ്പൺ എക്കോണമി ആണെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം. ഓക്കെ, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. അപ്പോൾ എക്സ്പോർട്ട് ആർ ദ ഫോറിൻ ഡിമാൻഡ് ഫോർ ഡൊമസ്റ്റിക് ഔട്ട്പുട്ട്. നമുക്കറിയാം എക്സ്പോർട്ട് എന്ന് പറയുന്നത് ആർ ദ ഫോറിൻ ഡിമാൻഡ് ഫോർ ദ ഡൊമസ്റ്റിക് ഔട്ട്പുട്ട്. നമ്മുടെ ഡിമാൻഡ് ഫോറിൻ മാർക്കറ്റിൽ ഡിമാൻഡ് ചെയ്യുന്നതാണ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ദെർഫോർ ഇറ്റ് ഇൻക്ലൂഡ് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ്. അതുകൊണ്ട് അത് നമ്മുടെ കമ്മോഡിറ്റി, ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കമ്മോഡിറ്റി ഫോറിൻ മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്നതാണ് ആക്ച്വലി എക്സ്പോർട്ട്. അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യല്ലേ. ഓക്കെ, ഇമ്പോർട്ട്സ് ആർ സബ്സ്ട്രാക്റ്റഡ് ഫ്രം അഗ്രിഗേറ്റ് ഡിമാൻഡ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് നമ്മൾ ഇമ്പോർട്ട് സബ്സ്ട്രാക്ട് ചെയ്യുന്നു, കുറയ്ക്കുന്നു. കാരണം എന്താണ്? ബിക്കോസ് ദേ ആർ നോട്ട് ഡിമാൻഡഡ് ഫോർ ഡൊമസ്റ്റിക് ഗുഡ്സ്. എന്താണ്? അത് ഒരിക്കലും ഡൊമസ്റ്റിക് ഗുഡ്സിന് ഡിമാൻഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഫോറിൻ ഗുഡ്സ് ഇങ്ങോട്ട് ഇറക്കുകയാണ്. അപ്പോൾ ഡൊമസ്റ്റിക് ഗുഡ്സിന് ഡിമാൻഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ദസ് ഇക്വിലിബ്രിയം ഓഫ് an open economy can be expressed as y is equal to E, aggregate demand, income, which is equal to aggregate demand. Okay, y എന്ന് പറയുന്നത് ഇൻകം ആണ്, which is equal to E, aggregate demand, which is equal to C plus I plus G plus X minus M. C എന്ന് പറയുന്ന കൺസംഷൻ എക്സ്പെൻഡിച്ചർ, I എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, G എന്ന് പറയുന്നത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, X മൈനസ് M എന്ന് പറയുന്നത് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. Thank you, dear students.